ഓഫ് റോഡിങ്ങിൽ അറബികൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു മലയാളിയുടെ കമ്പനിയാണ് RK കസ്റ്റം. അതിൻ്റെ ഓണർ സാക്ഷാൽ RK ഒന്നിച്ചാണുള്ളത്. ടൊയോട്ടോയുടെ ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന LC70 സീരീസാണ് ഈ കാണുന്നത്. ഈ ഒരു ലെവലിൽ മോഡിഫൈ ചെയ്ത വണ്ടി ഓസ്ട്രേലിയയിലും USA മാത്രമേ കാണാൻ പറ്റൂ. അതേ ലെവൽ, അതേ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോൾ ഫസ്റ്റാണ് UAE ഫുൾ കംപ്ലീറ്റ് ബിൽഡിംഗ് RK കസ്റ്റമാണ് ഫസ്റ്റിന് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള RK കസ്റ്റം. ഈ വണ്ടിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ RK കസ്റ്റംസിൻ്റെ മാനേജർ ബിബിൻ ഭായ് പറഞ്ഞിരുന്നതായിരിക്കും. ഹൈ ഷംസി ബ്രോ, വെൽക്കം ടു ADX എക്സിബിഷൻ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ RK കസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന വാഹനം LC79 ആണ്. ഇത് ഒരു ഓവർലാൻഡിംഗ് വെഹിക്കിൾ ആണ്. സോ ഫുൾ A to Z നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന RK കസ്റ്റത്തിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മോഡിഫിക്കേഷനിൽ കസ്റ്റം ബമ്പർ വിത്ത് ബുൾബാർ വിത്ത് ഫങ്ഷണൽ ആന്റിന, അതുപോലെ നമ്മളിവിടെ വിഞ്ച് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഓൺ ബ്രാൻഡായ റോബസ്റ്റ് വിഞ്ചാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പുറകിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാം ഇത് ഫുള്ള് ബുൾബാർ നമ്മൾ കണ്ടിന്യൂസ് ഇവിടം വരെ കൊടുത്തിട്ടുണ്ട് കസ്റ്റമായിട്ടുള്ള. പിന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ കസ്റ്റം സ്നോർക്കൽ, ഇത് നമ്മുടെ ഇൻ ഹൗസ് ബിൽഡ് ആണ്. അതുപോലെ നമ്മളിവിടെ റൂഫ് റാക്ക് വെച്ചിട്ടുണ്ട്. ഇതും കംപ്ലീറ്റ്ലി ബിൽഡ് ഇൻ ഹൗസ് ആണ് നമ്മുടെ ഫാബ്രിക്കേഷനിൽ. 50 ഇഞ്ചിന്റെ സ്ട്രാൻസിന്റെ ബാർ ലൈറ്റ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേജർ പാർട്ട്. ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇതാണ് നമ്മുടെ കാനോപ്പി. ഇത് ഫുൾ മെയ്ഡ് ഇൻ അലുമിനിയം ആണ്. ഹെവി ഡ്യൂട്ടി ബട്ട് ലൈറ്റ് വെയ്റ്റ്, വെരി സ്ട്രോങ്. ഇവിടെ നമുക്ക് 75 ലീറ്റേഴ്സിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട്. അതുപോലെ ഫുൾ കാനോപ്പി സെറ്റപ്പ് വിത്ത് 3000 വാട്ട്സിന്റെ ഇൻവെർട്ടർ ചാർജർ. അതുപോലെ നമുക്ക് ഡ്രോർ സിസ്റ്റം ഉണ്ട്. അതായത് കസ്റ്റമേഴ്സിന്റെ എന്താണ് റിക്വയർമെന്റ് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു ഫിനിഷിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ. പിന്നെ ഈ വാഹനത്തിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട് മൈറ്റി 79. ഇറ്റ്സ് ഫുള്ളി ബിൽഡ് ഇൻ ദ UAE. അതുപോലെ നമുക്കിവിടെ പ്രൊജക്ടർ ഉണ്ട്. അത് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് ആണ്. ഏത് രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. വാഹനത്തിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നമ്മളിവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൂൾ ബോക്സ് ആയിട്ടും അഡീഷണൽ സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ മുകളിൽ ഒരു ടെൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ലാഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫുള്ളി ഫംഗ്ഷനിലാണ്. ഡ്യുവൽ പിസ്റ്റൺ ARBയുടെ കൊംപ്രസറാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 3.0യുടെ കിങ് ഷോക്സ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം ഡോബിൻസൺസിന്റെ അഡ്ജസ്റ്റബിൾ സ്പ്രിങ്സ് 3 to 5 ഇഞ്ച് വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിബിൻ ഭായ്, ഈ വണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് വിശദീകരിച്ചു. അതെ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കൽസിന് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റല്ലേ, വിദേശികൾക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ പണിയെടുത്ത് സെറ്റാക്കി ഈ വണ്ടി നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബയർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമല്ല ഇത്. ഓവർലാൻഡിങ് അല്ലെങ്കിൽ ഫാമിലിയോട് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഈ വാഹനം ഇഷ്ടപ്പെടത്തുള്ളൂ. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് നോളജ് ഉള്ളവരെ ഈ വണ്ടി അട്രാക്ട് ആകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയും USA ഇപ്പോൾ സ്പെഷ്യലി ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇവിടെ അതിനൊരു 600 to 650,000 വരുന്നുണ്ട്. നമ്മൾ ഈ വാഹനം ഇത് പെട്രോൾ ആണ്, 2022 മോഡലാണ്. ഇത് LC79 ഫുൾ ഓപ്ഷൻ. ഇത് നമ്മൾ കൊടുക്കാൻ വെച്ചേക്കുന്ന 295,000 ദിറമാണ്. അതായത് ഈ റേറ്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഓൾമോസ്റ്റ് 3 lakh dirhams.